ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ such a personal intervention of the chief minister cannot be treated as an indication of the corrupt motive. That's all, your honor. Hey, stop it, I said. കോടതിയിൽ ബോധിപ്പിക്കുന്ന മൊഴി സത്യമായിരിക്കും. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. ദൈവം സാക്ഷി. എന്താണ് ജോലി? ഒരു വക്കീലാണേ. സനതെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരാൾ വക്കീലാവുമോ? വക്കീൽ എന്തെടുത്തു എന്നാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട കോടതി, സനത് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ്. ഇയാൾ വക്കീൽ പരീക്ഷ പാസ്സായത്. ഓഹോ, ഒരാൾ എങ്ങനെയെങ്കിലും വക്കീൽ പരീക്ഷ പാസ്സായി കറുത്ത കോട്ടും ഗൗണും അണിഞ്ഞ് കോടതി വളപ്പിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടോ ബാർ അസോസിയേഷൻ ഹാളിൽ നിന്ന് ചീട്ട് കളിച്ചതുകൊണ്ടോ വക്കീലാവണമെന്നുണ്ടോ? ഞാൻ ചീട്ട് കളിക്കാറേ ഇല്ല, യുവർ ഓണർ. വെറും ഓണറല്ല, ഹൗസ് ഓണർ എന്ന് കൂടി പറയൂ. ശരി, വിചാരണ തുടരട്ടെ. സ്വന്തം പിതാവിനെ പോലെ ഒരു വക്കീലായി ഷൈൻ ചെയ്യാൻ കഴിയാത്തതിലുള്ള ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് നിങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? ഓർഡർ. കോടതിയിൽ വെച്ച് ഇത്തരം ദുശീലങ്ങളാകാമോ? മദ്യപാനം, പുകവലി, വെറ്റിലമുറുക്ക് എന്നിത്യാദി ദുശീലങ്ങളിൽ നിന്നും മൂക്കിപ്പടി കോടതിയിൽ വർജ്യമല്ലെന്നാണ് ഈ ഉള്ളവൻ സ്വന്തം അപ്പനിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ പ്രതി മൂക്കിപ്പടിയുടെ കാര്യത്തിൽ മാത്രം സ്വന്തം പിതാവിനെ അനുകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ പോലീസ് ഭയം, അമിതമായിട്ടുള്ള വാചകമടി എന്നിങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ളതുകൊണ്ട് പ്രതി സ്വന്തം പിതാവിന്റെ യശസ്സിന്റെ 7 അയലോകത്ത് പോലും എത്താനുള്ള യോഗ്യതയില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ നിയമപരിജ്ഞാനം, യൗവനം എന്നിവ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ചട്ടങ്ങളിലൂടെ നീതിയും ന്യായവും നടപ്പാക്കി ഓരോ പൗരനും പരമാവധി നീതിയും സംരക്ഷണവും നൽകുക എന്നുള്ള നിയമത്തിന്റെ പ്രധാന ലക്ഷ്യവും പരിഗണിക്കുന്നില്ല എന്ന കുറ്റവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീമാൻ അഡ്വക്കേറ്റ് മാത്യു നേരുപറമ്പിൽ. പൊള്ളിയോ? പൊള്ളുന്ന പരമാർത്ഥങ്ങളല്ലേ നീ പറഞ്ഞത്? നാളെ തന്നെ നമുക്ക് ഈശ്വര സുബ്രഹ്മണ്യം ഒന്ന് കാണണം. എത്ര അഡ്വക്കേറ്റ്സിനെയാ അയ്യര് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. Good night. For the reasons stated in para 8 of the judgment, found inter alia that there was total negligence on the part of the police department. Baki Nawab Rajyatinte writ petition the same matter. Change the names. Quick, Sikram. Okay, sir. Nancy Tadikanu, control yourself. There is a treatment for it. Shall I tell you? പ്രകൃതി ചികിത്സ ആരെ വക്കാലത്ത് നാരായണൻകുട്ടിയോ? ഇരിക്കൂ. ഗുഡ് മോർണിംഗ് സർ. ബൈ ഇതാരാണ്? മനസ്സിലായില്ലല്ലോ. ഞങ്ങളുടെ സ്കൂൾമേറ്റ്സ് അഡ്വക്കേറ്റ് മാത്യു. മാത്യു ഏത് കോടതിയിലാണ്? സെഷൻസ്. നാരായണൻകുട്ടി ട്രാൻസ്ഫർ ആയി വന്നത് അറിഞ്ഞു. നന്നായി. എപ്പോ വന്നു? ഇന്നലെ വന്നു. നാളെ ജോയിൻ ചെയ്യണം. പിന്നെ ഞാൻ വന്നത് മിസ്റ്റർ മാത്യുവിനെ സാറിനെ ഏൽപ്പിക്കാനാ. മനസ്സിലായി. അണ്ടർസ്റ്റുഡ്. എന്തിലാണ് ടേസ്റ്റ്? പോലീസ് ഇടപെടാത്ത ഏത് കേസും കൈകാര്യം ചെയ്യാം. സ്വകാര്യ കക്ഷികളുടെ കേസ് എടുക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് അർഹതയില്ലല്ലോ. പാർട്ട് 3 റൂൾസ് നോക്കുക. ഓക്കെ, പറഞ്ഞാൽ അറിയും. അഡ്വക്കേറ്റ് MM ചാണ്ടിയുടെ മകനാ. ക്രിമിനൽ ലോയർ. അങ്ങേർക്ക് മകനുണ്ടോ? ശരി, നാരായണകുട്ടി പറഞ്ഞതല്ലേ, നിരസിക്കാൻ പറ്റുമോ? മിസ്റ്റർ മാത്യു, പുറത്ത് ഫ്ലാസ്കിൽ കാപ്പി ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ട് വരൂ. അത് ഇൻകം ടാക്സ് ട്രിബ്യൂണലിന്റെ ഒരു വിധി നമുക്ക് ഫേവറബിൾ ആണ്. അയ്യനെന്താ ഇങ്ങനെ? യൂണിയനുള്ള ട്രെയിനിങ് ആണോ ഇയാൾ തരുന്നത്? ഞാനൊരു അഡ്വക്കേറ്റ് അല്ലേ നാരായണകുട്ടി? നീ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ അയ്യരുടെ കോംപ്ലക്സ്. എടാ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ അഡ്വക്കേറ്റ്സ് ആക്ട് വരെ അരച്ച് കലക്കി കുടിച്ച ആളാണെങ്കിലും ഭൂമസ്ഥനല്ലേ. ബേസിക്കലി ഡിഗ്രിക്കാരോട് ഡിഗ്രി ഇല്ലാത്തവർക്ക് ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവില്ലേ? അത് തന്നെ. അതിന് ഞാൻ നിന്ന് കൊടുക്കണമല്ലേ? വേണം. അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നിനക്ക് വെട്ടിപ്പിടിക്കാനുള്ളത് വലിയ വലിയ സാമ്രാജ്യങ്ങളാ. നഷ്ടപ്പെടാനോ കുറച്ച് ഫോൾസ് പ്രസ്റ്റീജ്. പിന്നെ ഗുമസ്തൻ. ഞാനൊരു ഗുമസ്തന്റെ മോൻ തന്നെയല്ലടാ. കം ഓൺ. പിന്നെ ഇത് മാത്യു ഡ്രാഫ്റ്റ് ചെയ്തതാ, കൺസ്യൂമർ കോർട്ടിൽ കൊടുക്കാൻ. റെയിൽവേയുടെ സർവീസ് ചാർജ്. വണ്ടി നിറങ്ങിയപ്പോ തന്നെ ഒരെണ്ണം ഒപ്പിച്ചെടുത്തു. വെറുതെ അല്ല തന്നെ വക്കാലത്ത് നാരായണൻകുട്ടി എന്ന് വിളിക്കുന്നത്. മിസ് മാത്യു, pour it in 3 cups. 3 കപ്പിലായിട്ട് വിളിക്കണം. Don't pour it like that. Look here.
pour it. Sir. Thank you. Well drafted, Matthew. Notwithstanding anything stated above, in the facts and circumstances of the case, provided that hence for the ground stated in the petition, എന്നൊക്കെ ഇടയ്ക്ക് തിരിയാൽ ഇംഗ്ലീഷ് ആണെന്ന് കരുതുന്ന വക്കീലന്മാരും ഉണ്ട്. പക്ഷെ മാത്യുവിന്റെ ഡ്രാഫ്റ്റിംഗ് അങ്ങനല്ല. താങ്ക് യു സർ. ഞാനും നാരായണൻകുട്ടിയും വിചാരിച്ചാൽ മാത്യുവിനെ സുപ്രീം കോടതിയിൽ എത്തിക്കാം. താങ്ക് യു സർ. എന്നാ അമാവാസി, കർത്തവാവ് ഇന്നും കൂടെ ഉണ്ടല്ലോ. നേരത്തെ പറ, അവളുതാൻ അമാവാസി എന്നോட വൈഫ്. Good morning, sir. Morning. This is my once again, good morning, sir. ഞാൻ ജോയിൻ ചെയ്യാണ്. എൻ്റെ പേപ്പേഴ്സ് ഒക്കെ. നമസ്കാരം. നമസ്കാരം. തിരുവനന്തപുരത്ത് സംസ്ഥാന സമ്മേളനം കൊണ്ടുവന്നത് നമ്മുടെ ശ്രമം കൊണ്ടാ. സാറിന്റെ ശ്രമം കൊണ്ടാ. ആ കലക്കണം. കലക്കണമെങ്കിൽ പിരിക്കണം. അല്ല പിരിക്കാം, പക്ഷെ ഒരു പാർട്ടി ഒന്ന് കണ്ണടക്കണം. പകൻ അഡ്മിനിസ്ട്രേഷൻ. സാറേ, ഈ കടലാസ് എവിടെയാ കൊടുക്കണ്ടേ? ഇതാ ശോശാമയുടെ സെക്ഷനിലെ അവരവധിയില്ല, പ്രസവാവധി. അയ്യോ, എന്റെ കിടപ്പാടത്തിന്റെ കാര്യ. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരൂ, ഗംഗാരേട്ടൻ വരട്ടെ. പുറത്ത് നിന്നാ മതി. എപ്പോഴാ പ്രസവം? സാർ ചായ ഇപ്പൊ കൊണ്ടുവരാം. സാറന്മാരെ, വക്കാലത്ത് നാരായണൻകുട്ടി സാറ് ചാർജ് എടുക്കുന്ന ദിവസമല്ലേ, നല്ല ഉഗ്ര മുളക് വെച്ച് പറയട്ടോ. വക്കാലത്തിന്റെ പേരിലുള്ള മുളക് വെച്ചാകുമ്പോ എരിവ് ശാല കൂടും. അതെയോ? ആ ശരി, വൈകിട്ട് കാണാം. ആ പോടാ കള്ള. ദേ തമാശ കുറെ കൂടുന്നുണ്ട് കേട്ടോ. ഓ ശരി ശരി. ആ അതെ അതെ. അയ്യോ എനിക്ക് വയ്യ. ഓ ശരി ശരി. കറക്റ്റ് 12:15, 12:15. ഈ കാര്യ സുന്ദരി വളരെ പഞ്ചല. സാറ് ഊണ് കഴിക്കില്ലേ? 1 മണിക്കല്ലേ ലഞ്ച് ബ്രേക്ക്? യെസ്, വിളിച്ചോ? ഓ സാറേ, എന്റെ കിടപ്പാടം ഒന്ന് തല ചാക്കി ഇടല്ലേ സാറേ? സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഒരു പന്തലും കെട്ടി കിടന്നാ മതി, അവിടെ കുറെ പേരുണ്ടല്ലോ. സാർ സാർ, ഇതൊരു ശല്യമായി തീർന്നല്ലോ. ഒന്ന് ഒപ്പിട്ട് കിട്ടിയാ മതി സാർ. സമയമാവുമ്പോ ഒപ്പിട്ട് തരും. അതെനിക്കറിയാം സാർ. സമയമാവുമ്പോ സ്ഥലം പതിച്ചേരായിരിക്കും പറ്റില്ല.
നിങ്ങൾ തന്നില്ലെങ്കിലും ഈ കിളവിക്ക് 6 അടി മണ്ണ് അവകാശപ്പെട്ടതാ. തല ഇങ്ങ് വന്നേ. ആ, ആ. ഭീഷണി ഭീഷണി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആത്മഹത്യാശ്രമത്തിന് കേസ് ചാർജ് ചെയ്യാം, പിടിച്ച് ജയിലിലിടാം. അല്ലേ വക്കാലത്തെ? ആ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സകല പരാതിക്കാരുടെ നേരെ കേസ് ചാർജ് ചെയ്യേണ്ടി വരും അല്ലേ സാറേ? അണ്ണാ ആദ്യം ജിലി ബജ്ജി, പിന്നെ ചായ. സോമേട്ടന്റെ സീനിയോറിറ്റി കേസിന്റെ വിധി പറഞ്ഞല്ലോ. ഇനി സോമേട്ടൻ സീനിയറാ. സെന്തിൽകുമാറിന്റെ റിവേഴ്സൻ ഉറപ്പാ. ഇനി ആപ്പീസ് വരാൻ നല്ല രസമായിരിക്കും. കീരി പാമ്പും തമ്മിലുള്ള സ്റ്റണ്ട് കാണാം. സാറ് കൂടി ഒരെണ്ണം എടുക്കണം. സർക്കാരിനെ സേവിക്കുന്നവരെ ആദ്യം സേവിക്കട്ടെ. ആ സ്വാഗത സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. 2 റൗണ്ട് കളിച്ചിട്ടുള്ള മീറ്റിംഗ് എല്ലാം മതി. അത് ശരിയാ. ഒരു നാടാണ്. ഞാനും ഇറങ്ങുക. നേരത്തെ പോയില്ലെങ്കിൽ ലിമിറ്റഡ് കിട്ടുകയില്ല. അതാ. നാളെ കാണാം. ഓ സാറ് പോണില്ലേ? 5 മണി വരെയല്ലേ ഓഫീസ് ടൈം. പിന്നെ എന്താ പേര്? കൃഷ്ണമ്മ. ഒക്കെ ശരിയാവും കേട്ടോ. എവിടുന്ന് ശരിയാവാനാ? ശോശാമയുടെ പ്രസവം, ജെയിംസിന്റെ വീട് പണി, ഗംഗാധരന്റെ സീരിയല്, ഇതൊക്കെ കഴിഞ്ഞ് എന്റെ കടലാസ് മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ എത്തുമ്പോഴേക്കും ഞാൻ അങ്ങ് മേലോട്ട് എത്തിയിരിക്കും സാറേ. ഹേയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്ന് ജോയിൻ ചെയ്തുള്ളൂ. ഉം. ഫയലൊക്കെ ഒന്ന് നോക്കട്ടെ. ആ പേപ്പർ കണ്ടു തരും. കാര്യം ശരിയായാലേ ഞാൻ സാറിനെ വന്നൊന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും കൈക്കൂലി? ഇപ്പോഴെന്റെ കയ്യിൽ ഒന്നുമില്ല സാറേ.